വിശദമായി നോക്കാം. തമിഴ്നാട്ടിൽ അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ നടൻ ഷൈൻ ടോം ചാക്കോയും കുടുംബവും തൃശൂരിലേക്ക് തിരിച്ചു. അപകടത്തിൽ മരിച്ച അച്ഛൻ ചാക്കോയുടെ മൃതദേഹവും നാട്ടിലെത്തിക്കും. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകും. നടരാജ്, ആശുപത്രിയിലെ ഒരു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷമാണോ നടൻ ഷൈൻ ടോമും കുടുംബവും ഇപ്പോൾ കേരളത്തിലേക്ക് തിരിച്ചിരിക്കുന്നത്? മരിച്ച അച്ഛന്റെ മൃതദേഹം എപ്പോഴാണ് എത്തിക്കുക? അല്പസമയം മുമ്പാണ് ധർമ്മപുരിയിലെ സർക്കാർ ആശുപത്രിയിൽ നിന്നും ഷൈൻ ടോം ചാക്കോ, അമ്മ കാർമൽ, അതുപോലെ തന്നെ സഹോദരൻ എന്നിവർ ആംബുലൻസിൽ തൃശൂരിലേക്ക് പുറപ്പെട്ടത്. ഇവർക്കൊക്കെ തന്നെ വാഹനാപകടത്തിൽ പരിക്കേറ്റിരുന്നു. അമ്മയ്ക്ക് ഇടുപ്പിലും കൈക്കും പരിക്കുണ്ട്, ഷൈൻ ടോം ചാക്കോയ്ക്ക് കൈക്ക് പരിക്കുണ്ട്, സഹോദരനും പരിക്കുണ്ട്. ഒരു ദൈർഘ്യമുള്ളൊരു യാത്രയ്ക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നത് നല്ലതല്ല എന്നാണ് ഡോക്ടർമാർ ഉപദേശിച്ചതെങ്കിലും അച്ഛൻ മരിച്ച സാഹചര്യത്തിൽ തിരിച്ച് നാട്ടിലെത്തേണ്ടതും സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തേണ്ടതും ഉള്ളതിനാൽ രണ്ട് സ്ഥലങ്ങളിലായി തങ്ങാൻ കഴിയില്ല എന്ന് കുടുംബം അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് മൃതദേഹം കൊണ്ട് നാട്ടിലോട്ട് വരാനും ചികിത്സ തൃശൂരിലേക്ക് മാറ്റാനും തീരുമാനമെടുത്തത്. അല്പസമയം മുമ്പാണ് ആംബുലൻസിൽ കുടുംബാംഗങ്ങൾ ഇങ്ങോട്ട് പുറപ്പെട്ടത്. മരിച്ച ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ ചാക്കോയുടെ മൃതദേഹം ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു ആംബുലൻസിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രിയോടുകൂടി ഇവർ തൃശ്ശൂരിലെത്തും. മൃതദേഹം തൃശ്ശൂരിൽ രാത്രിയോടുകൂടി എത്തിക്കും. അതുപോലെ തന്നെ ഷൈൻ ടോയും കുടുംബാംഗങ്ങളും രാത്രിയോടുകൂടി തൃശ്ശൂരിലെത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് ആശുപത്രിയിലാണ് ചികിത്സയ്ക്ക് കൊണ്ടുപോവുക, അതുപോലെ തന്നെ സംസ്കാര ചടങ്ങുകൾ എപ്പോഴായിരിക്കും തുടങ്ങിയ കാര്യത്തിൽ കുടുംബം വ്യക്തമായൊരു ഉത്തരം ഇനിയും നൽകിയിട്ടില്ല. എന്തായാലും വളരെ ദാരുണമായ ഒരു അപകടം ഇന്ന് രാവിലെ നടന്നു. 6 മണിയോടുകൂടിയാണ് ധർമ്മപുരിയിൽ ദേശീയപാതയിൽ ഇത്തരത്തിൽ ലോറിയിലേക്ക് ഇടിച്ചുകൊണ്ട് ഷൈൻ ടോം ചാക്കോ സഞ്ചരിച്ച കാറ് ലോറിയിലേക്ക് ഇടിച്ചുകൊണ്ട് അപകടമുണ്ടായത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ഷൈൻ ടോമിന്റെ പിതാവ് മരണപ്പെട്ടത്. കുടുംബാംഗങ്ങൾക്കൊക്കെ തന്നെ വലിയ പരിക്കും ഈ അപകടത്തിലുണ്ടായി. എന്തായാലും അപ്രതീക്ഷിതമായി ലോറി തങ്ങളുടെ വാഹനത്തിന് മുന്നിലോട്ട് വെട്ടിച്ചു കയറിയപ്പോഴാണ് നിയന്ത്രണം വിട്ട് വണ്ടി ഇടിച്ചത് എന്ന തരത്തിലാണ് ഡ്രൈവർ ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അപ്രതീക്ഷിതമായി ലോറി മുന്നിലോട്ട് കയറി, അതിനിടയിൽ ബ്രേക്ക് ചവിട്ടി കിട്ടിയില്ല, അതോടുകൂടി അപകടം സംഭവിച്ചു എന്ന തരത്തിലാണ് ഡ്രൈവർ അനീഷ് പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ ഷൈൻ ടോം ചാക്കോവും കുടുംബവും തൃശ്ശൂരിലേക്ക് തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ അപകടത്തിന് പിന്നാലെ ഷൈനുമൊപ്പം മറ്റ് ബന്ധുക്കൾക്കുമൊക്കെ ഉണ്ടായ പരിക്ക് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? വണ്ടിയിലുണ്ടായിരുന്നത് നടൻ ഷൈൻ ടോം ചാക്കോ, അച്ഛൻ ചാക്കോ, അമ്മ കാർമൽ, സഹോദരൻ ജോജോ, അതുപോലെ തന്നെ ഡ്രൈവർ അനീഷ്, ഇവരാണ് വണ്ടിയിലുണ്ടായിരുന്നത്. ഇതിൽ ഡ്രൈവർക്ക് വലിയ പരിക്കുകളില്ല. ഷൈൻ ടോം ചാക്കോയുടെ പിതാവിന് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു. അദ്ദേഹം ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴിയിൽ തന്നെ മരണപ്പെട്ടു എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഷൈൻ ടോയ്ക്ക് കൈക്ക് പരിക്കുണ്ട്, എല്ല് പൊട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സഹോദരനും കൈക്ക് പരിക്കുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ മാതാവിന് ഇടുപ്പിനും കൈകൾക്കുമാണ് പരിക്ക് വളരെ സാരമുള്ളതല്ല എങ്കിലും ഉടനൊരു ദീർഘയാത്ര വേണ്ട എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. പക്ഷേ നാട്ടിലെത്തേണ്ട അത്യാവശ്യമുള്ളതുകൊണ്ടും പിതാവിന്റെ അന്ത്യകർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുകൊണ്ടും ഉടൻ നാട്ടിലേക്ക് വരാൻ ഷൈൻ ടോം ചാക്കോയുടെ കുടുംബം തീരുമാനിക്കുകയായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ മൃതദേഹം നാട്ടിലോട്ട് കൊണ്ടുവരാനും വൈകാതെ തന്നെ സംസ്കരിക്കാനും തീരുമാനമായത്. ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തൃശ്ശൂരിലും കൊച്ചിയിലുമായി തുടരാനാണ് കുടുംബം തീരുമാനിച്ചിട്ടുള്ളത്. ദിവ്യ. നടരാജ്, ഇവിടെ അപകടം സംബന്ധിച്ച് അവിടെ പോലീസിൽ നിന്ന് എന്തെങ്കിലും സ്ഥിരീകരിക്കുന്ന വിവരങ്ങളുണ്ടോ? ലോറി ഡ്രൈവർ ഒപ്പം ലോറിയിലുണ്ടായിരുന്ന മറ്റുള്ളവരെയൊക്കെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? ഇക്കാര്യത്തിൽ അത്തരമൊരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല. പോലീസ് രാവിലെ നൽകിയ വിവരപ്രകാരം ഇത്തരത്തിൽ അപകടം സംഭവിച്ചു, ഉടൻ തന്നെ മറ്റ് നടപടികൾ സ്വീകരിച്ചു. ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് മരണപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളാണ് പാലക്കാട് പോലീസ് സ്ഥിരീകരിച്ചത്. ഇതിൽ ലോറി ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് ഇതുവരെ കടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അല്പസമയം മുമ്പ് ഷൈൻ ടോം ചാക്കോയുടെ ഡ്രൈവർ പോലീസിൽ സംസാരിച്ചിട്ടുള്ളതും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുള്ളതും പ്രകാരം അപ്രതീക്ഷിതമായി കർണാടക രജിസ്ട്രേഷനുള്ള ലോറി ഇൻഡിക്കേറ്റർ പോലും ഇടാതെ, ഒരു നിർദ്ദേശമൊന്നും മുൻകൂട്ടി നൽകാതെ, അറിയിക്കാതെ പെട്ടെന്ന് ട്രാക്ക് മാറി തങ്ങളുടെ വാഹനം സഞ്ചരിച്ചിരുന്ന ട്രാക്കിലേക്ക് കയറി എന്നാണ്. ഈ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കാനോ മറ്റോ കഴിഞ്ഞില്ല. അതോടുകൂടി ഇത്തരത്തിൽ അപകടം സംഭവിച്ചു എന്നാണ്. എയർ ബാഗുകൾ ഉള്ളതുകൊണ്ട് മുൻവശത്തുള്ളവർക്ക് വലിയ അപകടം പറ്റിയില്ല എന്നും ഡ്രൈവർ പറഞ്ഞിട്ടുണ്ട്. സീറ്റിന് പുറകിൽ, ആദ്യത്തെ സീറ്റിന് പുറകിലാണ് ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നത്. അവർക്ക് അപകടം പറ്റുകയും ചെയ്തു. എന്തായാലും ഇക്കാര്യമാണ് പോലീസ് ഇതുവരെ വിശദീകരിച്ചിട്ടുള്ളത്. ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ തമിഴ്നാട് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല.
യെസ്, എന്തായാലും നടരാജ, നമുക്ക് ആ കാറിന്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ആ മുൻവശം പൂർണ്ണമായും തകരുകയാണ് ചെയ്തത്. അതായത് വലിയ ആഘാതത്തിലുള്ള ഒരു വാഹന അപകടം തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നല്ലേ ആ ചിത്രത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. വളരെ വലിയ ആഘാതത്തിലുള്ള അപകടം തന്നെയാണ് നടന്നിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ദേശീയപാതയാണ്, അതും സേലം ബംഗളൂരു റൂട്ടാണ്. വളരെ വേഗത്തിൽ വാഹനങ്ങൾ പോകുന്ന, വളരെ വേഗത്തിൽ വാഹനങ്ങൾക്ക് പോകാനുള്ള അത്ര വിസ്തൃതിയും സൗകര്യമുള്ള ദേശീയപാതയിലാണ് അപകടമുണ്ടായിട്ടുള്ളത്. പുലർച്ചെ സമയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തിരക്കും കുറവായിരുന്നിരിക്കണം. നല്ല വേഗതയിൽ തന്നെയായിരിക്കണം വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. കർണാടക രജിസ്ട്രേഷൻ ലോറിയാണ്, ചരക്ക് വാഹനങ്ങൾ കയറ്റി കൊണ്ടുപോവുകയും തിരിച്ചു വരികയും ചെയ്യുന്ന ലോറിയാണ്. വളരെ വേഗത്തിലാണ് രണ്ട് വാഹനങ്ങളും സഞ്ചരിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. വാഹനം ഒറ്റനോട്ടത്തിൽ തന്നെ പൂർണ്ണമായി തകർന്നതായും ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എയർ ബാഗുകൾ പുറത്തു വന്നു എന്ന് പറയുമ്പോൾ തന്നെ കനത്ത ആഘാതത്തിലുള്ള ഇടി, അതോടുകൂടിയാണ് സാധാരണഗതിയിൽ എയർ ബാഗുകൾ പുറത്തു വരാറുള്ളത്. അതുകൊണ്ട് തന്നെ കനത്ത ആഘാതത്തിലുള്ള ഒരു ഇടി നടന്നു. ആ ആഘാതത്തിലാണ് ഇത്തരത്തിലൊരു അപകടം നടന്നതും ഇവർക്ക് പരിക്കേറ്റതും ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് മരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളും പോയതും. ഗുരുതരമായൊരു പരിക്ക് അദ്ദേഹത്തിന് അപകടത്തിലുണ്ടായി എന്നാണ് അറിയുന്നത്. തലയ്ക്കുൾപ്പെടെ പരിക്കുകൾ ഉണ്ടായി, തുടർന്നാണ് മരണം സംഭവിച്ചത്. എന്തായാലും വലിയൊരു അപകടമാണ് നടന്നത് എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ദിവ്യ. യെസ്, എന്തായാലും നടരാജ, മൃതദേഹം അതുപോലെ തന്നെ ഷൈനും കുടുംബവും ഇന്ന് രാത്രിയോടുകൂടി തന്നെ എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. ഷൈൻ്റെ അച്ഛന്റെ സംസ്കാര ചടങ്ങുകളൊക്കെ നാളെയോടുകൂടിയേ ഉണ്ടാവുകയുള്ളൂ. ഇക്കാര്യത്തിൽ സംസ്കാരം സംബന്ധിച്ച കാര്യത്തിൽ ബന്ധുക്കൾ ഒരു വ്യക്തത ഇനിയും വരുത്തിയിട്ടില്ല. പ്രദേശത്തുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളോട് നമ്മൾ സംസാരിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കുടുംബാംഗങ്ങളിൽ നിന്ന് ലഭിച്ചതിന് ശേഷം മാത്രമേ ഔദ്യോഗികമായി ഇത് അറിയിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഷൈൻ ടോം ചാക്കോയുടെ അയൽവാസികളും മറ്റൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കുടുംബവും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം ഇതുവരെ നൽകിയിട്ടില്ല. എന്തായാലും അവിടെ നിന്നും പെട്ടെന്ന് നാട്ടിലോട്ട് തിരിച്ചത് തന്നെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ളവ നടത്താൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ തിരിച്ചെത്തുന്ന പക്ഷം ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ അറിയിപ്പുണ്ടാകുമെന്ന് കരുതുന്നു. നാട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ വളരെ സൗമ്യനായ, വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന, നാട്ടിലെ പള്ളിയുടെ കാര്യങ്ങളൊക്കെ തന്നെ ഇടപെടുന്ന നല്ലൊരാളായാണ് അവർ ഷൈൻ ടോം ചാക്കോയുടെ പിതാവായ ചാക്കോയെ അനുസ്മരിച്ച് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ മാസം അദ്ദേഹം ഏറ്റവും അവസാനമായി ഇവിടെ എത്തിയപ്പോഴൊക്കെ തന്നെ വീടിന്റെ കാര്യങ്ങളൊക്കെ തന്നെ അയൽവാസികൾ ഒന്ന് രണ്ടുപേര് പറഞ്ഞേൽപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. തോട്ടത്തിലെ ചില ചക്ക ഉൾപ്പെടെയുള്ള പഴങ്ങളൊക്കെ തന്നെ പലർക്കും കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്നു എന്നൊക്കെ തന്നെ നാട്ടുകാർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ ഒരു വിയോഗമുണ്ടായ, ഒരു ഞെട്ടൽ പ്രദേശത്ത് വിട്ടുമാറിയിട്ടില്ല. എന്തായാലും ഈ സംസ്കാരം ഉൾപ്പെടെയുള്ള നടപടികൾ എന്താവും എന്ന കാര്യത്തിൽ കുടുംബം ഇതുവരെ അറിയിപ്പ് നൽകിയിട്ടില്ല. വൈകിട്ടോടുകൂടി അവർ നാട്ടിലെത്തുകയും എന്തായാലും നടരാജ, ഇവിടെ എത്തിയാൽ ഉടൻ തന്നെ ഷൈനും മറ്റു ബന്ധുക്കൾക്കുമൊക്കെ ചികിത്സ തേടേണ്ട ഒരു സിറ്റുവേഷനിൽ തന്നെയല്ലേ ഉള്ളത്? തീർച്ചയായും വാഹനാപകടത്തിൽ ഇവർക്കൊക്കെ തന്നെ നല്ല പരിക്കുണ്ട്. ഷൈന് വലത് കൈക്കാണ് പരിക്കുള്ളത്, പൊട്ടലുണ്ട്. അവർ ആശുപത്രിയിൽ നിന്ന് തന്നെ ദീർഘദൂരത്തിലുള്ള ഒരു യാത്ര ഒഴിവാക്കണമെന്ന നിർദ്ദേശം തൽക്കാലം അവഗണിച്ചുകൊണ്ടാണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. സ്വാഭാവികമായും അവർക്ക് ചികിത്സ തുടരേണ്ടതുണ്ട്. തൃശ്ശൂരിലെ ആശുപത്രിയിൽ ചികിത്സ തുടരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നതെങ്കിലും അവർ തിരിച്ച് കൊച്ചിയിലേക്ക് പോയി കൊച്ചിയിൽ ചികിത്സ തുടരുന്ന ഒരു സാധ്യതയും നമുക്ക് അവഗണിക്കാനാവില്ല. നമുക്കറിയാവുന്ന പോലെ ഷൈൻ ടോം ചാക്കോയും കുടുംബവും ഏറെ നാളായി കൊച്ചിയിലാണ് താമസിക്കുന്നത്. ഇടയ്ക്കൊക്കെയാണ് അവർ തൃശ്ശൂരിലെ വീട്ടിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ കൊച്ചിയിൽ പോയിക്കൊണ്ട് ബാക്കി ചികിത്സ തുടരുന്ന സാഹചര്യവും എന്തായാലും നമുക്ക് അവഗണിക്കാനാവില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ എന്തായാലും തൃശ്ശൂരിലെ ഒരു ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വരും. നാളെ വന്ന് സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്നതോടുകൂടി കുറച്ച് ദിവസങ്ങളിൽ അവർക്ക് തൃശ്ശൂരിൽ ചെലവിടേണ്ടി വരും എന്നുള്ളത് സ്വാഭാവികമാണ്. തുടർന്നായിരിക്കും കൊച്ചിയിലേക്ക് മാറണമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു തീരുമാനമുണ്ടാവുക. എന്തായാലും അപകടത്തിന് പിന്നാലെ പ്രാഥമിക ചികിത്സ തമിഴ്നാട്ടിൽ നിന്ന് തേടിയ ശേഷം ഷൈനും കുടുംബവും നാട്ടിലേക്ക് തിരിച്ചിരിക്കുകയാണ്. അപകടത്തിൽ മരിച്ച ഷൈനിന്റെ അച്ഛന്റെ മൃതദേഹം ഉടൻ തന്നെ നാട്ടിലെത്തിക്കും. മറ്റ് സംസ്കാര ചടങ്ങുകളൊക്കെ പിന്നീടായിരിക്കും തീരുമാനിക്കുക. വിവരങ്ങളാണ് നടരാജ് പരശുറാം നൽകിയത്.